വിഴിഞ്ഞം ഹാർബറിലെ മത്സ്യബന്ധന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നവീകരണ പദ്ധതി വരുന്നു. കാലവർഷക്കാലത്ത് ശക്തമായ തിരമാലകൾ ഇവിടെ പതിവാണ്. ഹാർബറിൽ വലിയ തോതിൽ മണൽ അടിഞ്ഞുകൂടുന്നുണ്ട്. ഇതുമൂലം പലപ്പോഴും വള്ളങ്ങൾ മറിഞ്ഞ് അപകടങ്ങളും സംഭവിക്കാറുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഫിഷിംഗ് ഹാർബർ നവീകരണ പദ്ധതി കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ഇതുവരെ കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയിട്ടില്ല. 72 കോടി രൂപയുടെ സമ്പൂർണ്ണ നവീകരണ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. ഇതിൽ 24 കോടി രൂപ ഫിഷ് ലാൻഡിംഗ് സെന്ററിനും 48 കോടി ഹാർബർ നവീകരണത്തിനുമാണ്. വിഴിഞ്ഞം തുറമുഖത്തിനും പഴയ ഹാർബറിനിടയിലുള്ള 300 മീറ്റർ സ്ഥലമാണ് ഹാർബർ നിർമ്മാണത്തിന് കണ്ടെത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നായി മാറുന്ന സാഹചര്യത്തിൽ അതിന്റെ സമീപത്തുള്ള ഫിഷിംഗ് ഹാർബർ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയാലേ ഈ മേഖലയിലെ പ്രധാന വരുമാന മാർഗമായ മത്സ്യബന്ധനം നിലനിർത്താൻ കഴിയൂ. 77 ലക്ഷം രൂപ ചെലവഴിച്ച് തീരം താൽക്കാലികമായി പുനഃസ്ഥാപിക്കുന്നത് ഒരു അടിയന്തര പരിഹാരമാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാനാവില്ല. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ദൈനംദിനം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ അവസാനിപ്പിക്കണമെങ്കിൽ ഫിഷിംഗ് ഹാർബറിന്റെ സമ്പൂർണ്ണ നവീകരണത്തിനായുള്ള പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കേണ്ടതുണ്ട്. അതിന് അനുമതിക്കായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മേൽ കൂടുതൽ സമ്മർദ്ദവും ചെലുത്തേണ്ടതുണ്ട്. ഹാർബറിന്റെ പ്രവേശന കവാടത്തിൽ മണൽ അടിഞ്ഞുകൂടുന്നത് തടയാനുള്ള സ്ഥിരമായ മാർഗങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ഇതിനായി സമുദ്ര സ്രോതസ്സുകളുടെ പഠനം നടത്തി നീണ്ടകാല പരിഹാരങ്ങൾ രൂപപ്പെടുത്തണം. മാത്രമല്ല, പുലിമുട്ട് നിർമ്മാണം വൈകുന്നത് വിഴിഞ്ഞം തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു. അതിനാൽ ഈ പദ്ധതിയും അതിവേഗം പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അവയെല്ലാം നടപ്പിലാക്കിയാൽ മാത്രമേ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ ഭാവി സുരക്ഷിതമാകൂ. ഈ മേഖല മത്സ്യബന്ധനത്തിന് ഏറ്റവും അനുയോജ്യമാണെങ്കിലും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നത് അത്യാവശ്യമാണ്. അതിനാൽ 77 ലക്ഷം രൂപ ചെലവഴിച്ച് തീരം വീണ്ടെടുക്കുന്ന അടിയന്തര പുനഃസ്ഥാപന പദ്ധതികൾക്കൊപ്പം തന്നെ ഈ മേഖലയുടെ ഭാവിക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്.